ഇനി ഗൾഫ് വാർത്തകളിലേക്കാണ്. യുഎയുടെ വ്യോമാതിർത്തി പൂർണ്ണമായും തുറന്നു. വിമാന സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലായതായി യുഎയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇതോടെ ഇനി കേരളം ഉൾപ്പെടെ കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് ഇന്ത്യൻ വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഗൾഫ് മേഖലയിൽ ഫെബ്രുവരി 28-നുണ്ടായ സംഘർഷങ്ങളെ തുടർന്നാണ് വിമാന സർവീസുകൾക്ക് താൽക്കാലികമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഈ നടപടിയാണ് അധികൃതർ ഇപ്പോൾ പിൻവലിച്ചത്. വിമാന സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയിലായതായി യുഎഇയുടെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അവകാശപ്പെട്ടു. നിലവിലെ പ്രവർത്തന സാഹചര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ് ഈ നിയന്ത്രണങ്ങൾ നീക്കിയതെന്നും അതോറിറ്റി പറഞ്ഞു. ബന്ധപ്പെട്ട മറ്റു സുരക്ഷാ വിഭാഗങ്ങളുമായി സഹകരിച്ചാണ് ഈ തീരുമാനം. അതേസമയം വ്യോമയാന മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കാൻ തത്സമയ നിരീക്ഷണ സംവിധാനം ഇനിയും തുടരും. ഏതു സാഹചര്യത്തെയും നേരിടാൻ സാങ്കേതിക വിഭാഗം തയ്യാറാണെന്നും അതോറിറ്റി വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ രൂക്ഷമായ സമയത്ത് പൂർണ്ണമായ സഹകരണം നൽകിയ വിമാന കമ്പനികളോടും യാത്രക്കാരോടും അതോറിറ്റി നന്ദി അറിയിച്ചു. അസാധാരണ സാഹചര്യങ്ങളിൽ കാണിച്ച ക്ഷമയും സഹകരണവും വ്യോമയാന സുരക്ഷാ നടപടികൾക്ക് ഗുണം ചെയ്തു. ഈദ് ആഘോഷങ്ങൾക്ക് നാട്ടിലേക്ക് മറ്റും യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നവർക്കും ഈ തീരുമാനം ആശ്വാസകരമാകും. കേരളം ഉൾപ്പെടെ കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് കൂടുതൽ ഇന്ത്യൻ വിമാന കമ്പനികൾ ഘട്ടം ഘട്ടമായി സർവീസ് ആരംഭിക്കാനാണ് നീക്കം. ഇതോടെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയും ഘട്ടം ഘട്ടമായി പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തും. എൽവിസ് ചുമ്മാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chummar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.